ഹായ് മക്കളെ, വെൽക്കം ബാക്ക് അഗൈൻ ആൻഡ് അഗൈൻ. എടാ SDK സാറാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാളത്തെ സോഷ്യൽ സയൻസ് എക്സാമിനോ ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ, അതായത് ഹിസ്റ്ററിയിലെ ഈ 3 ചാപ്റ്ററിൽ നിന്നും പ്രധാനമായിട്ടും ചോദിക്കുന്ന 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, ഓൾ 4 മാർക്ക് ക്വസ്റ്റ്യൻസ്. എല്ലാവരും നോക്കിക്കോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാട്ടോ. അത് കഴിഞ്ഞ വർഷം മോഡൽ എക്സാമിന് SAT ചോദിച്ചതാണ്. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 4 മാർക്കും 3 മാർക്കും 5 മാർക്കൊക്കെ സുഖമായിട്ട് ഇതിന് എന്ത് ചെയ്യും, കിട്ടും. എന്തായാലും ഇത് 4 മാർക്കിന് നിങ്ങൾക്ക് എങ്ങനെയായാലും നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. എന്താ അറിയാ, സ്റ്റേറ്റ് ദ പ്രൊമിനന്റ് ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ് പെയിന്റിംഗ്. നവോത്ഥാന കാലഘട്ടത്തിലെ ചിത്രകലയുടെ പ്രധാന സവിശേഷതകൾ. നീ ചിത്രകലയുടെ സവിശേഷതകൾ ചോദിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചോദിക്കും? പെയിന്റേഴ്സ് ആൻഡ് ദയർ വർക്ക്. അന്നത്തെ കാലഘട്ടത്തിലെ പെയിന്റേഴ്സും, അതായത് ചിത്രകാരന്മാരും അവർ രചിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചിത്രങ്ങളോ അല്ലെങ്കിൽ ഓരോ സവിശേഷതകളോ എന്തൊക്കെ ചോദിക്കും. അതിന്റെ മക്കൾ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. അല്ലേ? നമുക്കറിയാം നവോത്ഥാന കാലഘട്ടത്തിലെ ചിത്രകലയുടെ പ്രത്യേകത എന്തൊക്കെ അല്ലേ? അന്നത്തെ കാലഘട്ടത്തിലാണ് ഭൂമിയിലെ എല്ലാ പ്രകൃതിയെ കുറിച്ചും വരക്കാൻ തുടങ്ങിയത്. ഭൂദൃശ്യങ്ങളൊക്കെ, ലാൻഡ്സ്കേപ്പ് അല്ലേ. അടുത്തത് മനുഷ്യനെ ശരിക്കും വരച്ചു. റിയലിസ്റ്റിക് ഡെപിക്ഷൻ ഓഫ് ഹ്യൂമൻ ബോഡി, റിയൽ ബോഡി അല്ലേ. മനുഷ്യനെ ശരിക്കും വരച്ചു. യൂസ് ഓഫ് ഓയിൽ പെയിന്റ്, എണ്ണ പെയിന്റുകളൊക്കെ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരുന്നു അല്ലെ. മനുഷ്യന്റെ കളറൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു എണ്ണ അല്ലെ, അങ്ങനെ കാലം വന്നപ്പോൾ കിട്ടും. പോർട്രേറ്റ്സ്, ഛായാചിത്രങ്ങൾ അല്ലെ. ഫോണിലൊക്കെ ഉണ്ട് പോർട്രേറ്റ്. ഒരു ഭാഗം മാത്രം ഹൈലൈറ്റ് ചെയ്ത് ബാക്കിയൊക്കെ ബ്ലറാക്കുക. മലയാളം മീഡിയയിലേക്ക് ചായ കുടിക്കുന്ന ഒരു കാക്കുണ്ട്, കിട്ടിയോ? ഇപ്പൊ നോക്കി, ഫുള്ളായി നോക്കി. ഭൂദൃശ്യങ്ങളായി, ഒരു മനുഷ്യന്റെ ബോഡിയായി അല്ലെ. ഓയിൽ പെയിന്റ് ഉണ്ട്, ചായ ഉണ്ട്, ഇങ്ങനെയൊക്കെ ആലോചിച്ചാൽ മതി കേട്ടോ. അത് സിമ്പിൾ ആണ്. ഇനി ക്വസ്റ്റ്യൻ എന്താ, പെയിന്റേഴ്സിന്റെ വർക്കിനെ കുറിച്ചാണെങ്കിലോ ജിയോട്ടോ ഉണ്ട് അല്ലെ. ഓട്ടോറിക്ഷ അല്ലെ. ഏതൊരു ഓട്ടോറിക്ഷന്റെ അല്ലെ അടിഭാഗത്തൊക്കെ ചിലപ്പോൾ ഒന്ന് കൈവച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഗ്രീസ് കിട്ടും. ഗ്രീസ് വെച്ചിട്ടൊരു രാജ്യം ഉണ്ടല്ലോ, ഗ്രീക്ക് അല്ലെ. അവിടുത്തെ ഒരു സ്റ്റൈൽ ഉണ്ട്. ഏതാ? ഗ്രീക്കോ റോമൻ സ്റ്റൈൽ. അതിൽ ചിത്രം വരച്ച ആളാണ് ആര്? ജിയോട്ടോ. മസാച്ചി നമുക്ക് അറിയാം, മസാല അല്ലെ. വട്ടപാത്രത്തിലാണ്, റൗണ്ട് ഇൻ ഷേപ്പ്, പുറത്തേക്ക് തള്ളി നിൽക്കണ പോലെ തോന്നും അല്ലെ. മസാല കണ്ടില്ലേ? ഇതാണ് ചെങ്ങായി, കണ്ടോളി. വട്ടപാത്രം, മസാല പുറത്തേക്ക് തള്ളി നിൽക്കുന്നു അല്ലേ. അപ്പൊ റൗണ്ട് ഇൻ ഷേപ്പ്, പോർട്രേറ്റ് ഫ്രം ദ സർഫേസ്, അത് മനസ്സിലാക്കി കൊടുക്കുക. ഇനി ലിയാനാർഡോ ഡാവിഞ്ചി. എന്താണ് ആ ലിയാനാർഡോ ഡാവിഞ്ചിയെ കുറിച്ച് പറയാനുള്ളത് അല്ലേ? അയാളെ പ്രധാനപ്പെട്ട 2 ചിത്രങ്ങളാണ് ലാസ്റ്റ് സപ്പർ ആൻഡ് മൊണാലിസ. എന്റെ മക്കളോട് ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പറയണം, ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ക്ലാസ് എന്ത് ചെയ്യുന്നുണ്ടോ, ഇന്ന് രാത്രി കൃത്യം 7:30 നമ്മൾ ലൈവിൽ പറയുന്നുണ്ട്. ഫുൾ പ്രഡിക്ഷൻ, ഫുൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. കിട്ടിയോ? അപ്പൊ ഇതിന്റെ ഒക്കെ എക്സ്പ്ലനേഷനും ഇതൊക്കെ സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്തോ, ഇന്ന് രാത്രിക്കത്തെ ലൈവിൽ വന്നോ. അതിന് ലിങ്ക് സാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ നേരെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ടോ. മാക്സിമം ആൾക്കാർ എന്ത് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ലൈവ് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. എന്നാലും നിങ്ങൾക്ക് ഒരു 7:30 ആകുമ്പോൾ എന്ത് ചെയ്യുള്ളൂ, നമ്മളെ ലൈവിന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ടൈം മാറൂല്ല. മാക്സിമം ആൾക്കാർ വന്നോ. ഒരു കാര്യം പറഞ്ഞാൽ, ഇന്ന് രാത്രി സാറിന്റെ കൂടെ നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ സയൻസിൽ 80 ഔട്ട് ഓഫ് 80, 80-ൽ 80 എന്ത് ചെയ്തുതരും, നമ്മൾ വാങ്ങിത്തരും. അത് ഷുവറാണ് കേട്ടോ. ഇവിടെ ലിയാനാർഡോ ഡാവിഞ്ചിന്റെ ചിത്രത്തിന്റെ പ്രത്യേകത എന്താ? ലാസ്റ്റ് സപ്പർ ആൻഡ് മൊണാലിസ അല്ലെ. 2 ചിത്രമാണ്, അന്ത്യാത്തായം, മൊണാലിസ അല്ലെ. ലിയാന പറയുന്നുണ്ട് എനിക്ക് മൊണാലിസന്റെ പോലെ ആവണം, അപ്പൊ ഞാൻ അത്തായത്തിൽ ഇഞ്ചി കഴിക്കും. ഇഞ്ചി, ഡാവിഞ്ചി, അത്തായം, സപ്പർ അല്ലെ. അങ്ങനെ ആലോചിച്ചാൽ മതി. പിന്നെ അയാളാണ് ഷാഡോ, ലൈറ്റ് അല്ലെ, പ്രകാശവും നീലൊക്കെ ഹാർമോണൈസ് ചെയ്തിട്ട് ഒരേപോലെ ഒരു ചിത്രത്തിൽ തന്നെ വരച്ച ഒരാളാണ് ആര്? ലിയാനാർഡോ ഡാവിഞ്ചി. നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള ആളാണ്. പിന്നെ അന്നത്തെ ചിത്രകാരന്മാർക്കൊക്കെ അനാട്ടമി അല്ലെ, മനുഷ്യന്റെ ശരീരശാസ്ത്രത്തെ കുറിച്ച് അറിവുണ്ടോ പറയാ. മൈക്കലാഞ്ചലോ അല്ലെ, എന്തോ ഇതുണ്ടല്ലോ അല്ലെ, അയാൾ രചിച്ച പ്രധാനപ്പെട്ട വർക്കാണ്. അയാളെ വരച്ച ചിത്രമാണ് ഇത്, ലാസ്റ്റ് ജഡ്ജ്മെന്റ് അല്ലേ. പിന്നെ അവസാനത്തെ ആളെ പേരൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് പറഞ്ഞു കൊടുക്കുക. ഇതാണ് ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് 4 മാർക്ക് ക്വസ്റ്റ്യൻ. എടാ, ഞാൻ അടുത്തൊരു 4 മാർക്ക് ക്വസ്റ്റ്യന്റെ മക്കൾ നോക്കിട്ടോ. സിമ്പിൾ ആണ്. ഡിസ്കസ് ഹൗ ദ ആർട്ട് ഓഫ് സ്കൾപ്ചർ ചേഞ്ച്ഡ് ഡ്യൂറിംഗ് ദ റിനൈസൻസ് വിത്ത് റെഫറൻസ് ടു ഡൊണാൾഡോ ആൻഡ് മൈക്കലാഞ്ചലോ അല്ലെ. മൈക്കലാഞ്ചലോ ഉണ്ട്, ഡൊണാൾഡോ ഉണ്ട്. ഇവരെ പ്രധാനപ്പെട്ട ശില്പങ്ങൾ എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് ശില്പകലയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, ഇതാണ് ചോദ്യം അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡൊണാൾഡോന്റെ 2 ശില്പം, ഡേവിഡ് ഗട്ടാമലാട്ട അല്ലേ. ഡോൺ എന്ത് ചെയ്തു, ഒരു ദിവസം ഡേവിഡിനെ കൊണ്ട് കാട്ടുപോയി അല്ലേ. അപ്പൊ ഡേവിഡിന്റെ മേലെ അട്ട കടിച്ചു അല്ലെ, ബ്ലഡ് കടിക്കണ അട്ട അല്ലെ. അപ്പൊ ഡോണ് അല്ലെ, ഡോൺ ആരോടാ പറഞ്ഞ? ഡേവിഡിനോട്. അപ്പൊ കിട്ടി ഡോണ്, ഡൊണാൾഡോ. ഡേവിഡിനോട് പറഞ്ഞു, അപ്പൊ കിട്ടി ഡേവിഡ്, ദാവീദ് അല്ലെ. എത്താന്റെ മേലട്ട അല്ലെ, മേലട്ട കടിച്ചപ്പോ എത്താന്റെ മേലട്ട, ഗട്ടാമലാട്ട അല്ലെ. ആലോചിച്ചാൽ മതി. അന്ന് സ്കൾപ്ചറിൽ 2 സ്റ്റൈൽ ഉള്ളത്, ഒന്ന് ഗോതിക് ശൈലി, 2 ഗ്രക്കോ റോമൻ സ്റ്റൈൽ അല്ലെ. ഇതിൽ ഗോതിക് സ്റ്റൈലിൽ നിന്ന് ശില്പകലയെ മോചിപ്പിച്ച ആളാണ് ഡൊണാൾഡോ. മൈക്കലാഞ്ചലോ ഗ്രക്കോ റോമൻ സ്റ്റൈലിൽ നിന്ന് മോചനം നേടിയാണ്ട് അടിപൊളി ശില്പങ്ങൾ, പുതിയ രീതികൾ കൊണ്ടുവന്ന ആളാണ് ആര്? മൈക്കലാഞ്ചലോ. 2 ശില്പം ഉണ്ടാക്കിയത് പിയത്ത, ഡേവിഡ്. ഡേവിഡിന്റെ ഡ, പിയത്തിന്റെ പി, ഡപ്പി. ഇങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. ഈ ശില്പങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആണോ രാത്രി വാ. അപ്പൊ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത്. അടുത്ത് നോക്കിയും, ഹൗ ഡിഡ് റിനൈസൻസ് ഹിസ്റ്റോറിയോഗ്രഫി ചേഞ്ച്, നവോത്ഥാന ചരിത്രരചനയിൽ വന്ന മാറ്റം. ഉറപ്പായിട്ടുണ്ട് മക്കൾക്ക് ഒരു 4 മാർക്കിന് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, എക്സാമിന് പ്രതീക്ഷിക്കുക. ചരിത്ര രചനയിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് എന്ത് ചെയ്തോളി
മക്കൾ പ്രതീക്ഷിച്ചു വെച്ചോളി. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കറിയാം പണ്ടൊക്കെ നവോത്ഥാനത്തിന് മുമ്പ് ഗോഡ് സെന്റേഡ് ആയിരുന്നു, ദൈവ കേന്ദ്രീകൃതമായിട്ടാണ് ഉണ്ടായിരുന്നത് എഴുത്തുകളൊക്കെ ഉണ്ടായിരുന്നത്. ബട്ട് പിന്നീട് എല്ലാ ചരിത്ര രചനകളും എന്തായിട്ട് മാറി? ഹ്യൂമൻ സെന്റേഡ്, മനുഷ്യ കേന്ദ്രീകൃതമായിട്ട് ചരിത്രങ്ങൾ രചിക്കാൻ തുടങ്ങി അല്ലെ. ചരിത്രങ്ങളാണല്ലോ എഴുതുന്നത്. അപ്പൊ തെളിവുകളുമാണ് പണ്ടത്തെ തെളിവ് അല്ലെ. അപ്പൊ ഏത് തെളിവ്? പുരാവസ്തു തെളിവുകൾ അല്ലെ, ആർക്കിയോളജിക്കൽ എവിഡൻസിനാണ് അന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ആ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. ഇനി ഇങ്ങോട്ട് നോക്കിയടാ, റിനൈസൻസ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം, അതായത് ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ് ലിറ്ററേച്ചർ കേട്ടോ. നവോത്ഥാന സാഹിത്യത്തിന്റെ സവിശേഷത, ചിത്രകലന്റെ സവിശേഷത അല്ലേ, അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ സവിശേഷത ചോദിക്കൂല സാഹിത്യത്തിന്റെ. പക്ഷെ സാഹിത്യത്തിന്റെ സവിശേഷത ചോദിച്ചോ എന്നാ റിനൈസൻസ് പെയിന്റിങ്ങിന്റെ സവിശേഷത ചോദിക്കൂല. അപ്പൊ എന്തായാലും രണ്ടാലും ഒന്ന് പഠിക്കൽ നിർബന്ധമാണല്ലോ. അപ്പൊ മറ്റേത് ഞാൻ പഠിപ്പിച്ചൊന്നു, ഇതുകൂടി പഠിച്ചോളി. കാരണം എന്തായാലും എക്സാമിന് എന്ത് ചെയ്യും, 2 പഠിച്ചു പോയാലേ ഒന്ന് ചോദിക്കുള്ളൂ അല്ലേ. അപ്പൊ ഇത് പഠിക്കട്ടോ. നവോത്ഥാന സാഹിത്യത്തിന്റെ സവിശേഷത നമുക്കറിയാം അല്ലെ. നവോത്ഥാന കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാർ ഇൻഡിവിജ്വൽ ലിബർട്ടി അല്ലെ, വ്യക്തികളുടെ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുത്തു. സെക്യുലർ വാല്യൂസ്, മതേതര മൂല്യങ്ങൾക്ക് അല്ലെ, അതിനൊക്കെ പ്രാധാന്യം കൊടുത്തു. പിന്നെ അതേ ബ്രേക്കിംഗ് അവേ സ്കോളാറ്റിസത്തിൽ നിന്ന് എന്ത് ചെയ്തു, അകന്നു. മാത്രമല്ല ഓരോരോ വർക്കൊക്കെ എഴുതിയത് റീജിയണൽ ലാംഗ്വേജിലാണ്, പ്രാദേശിക ഭാഷയിലാണ് അല്ലേ. അത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിച്ച വർക്കാണ് പ്രോസ് അല്ലേ, ഗദ്യ സാഹിത്യത്തിനാണ് പ്രാധാന്യം ലഭിച്ചത്. എത്രമാത്രം എന്ത് ചെയ്യുക അവിടെ മനസ്സിലാക്കുക. പിന്നെ സാഹിത്യകാരന്മാർ ഓരോ വർക്കൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ മാച്ച് ദ ഫോളോവിംഗ് ഒക്കെ ചോദിക്കും. പിന്നെ മക്കൾ എന്ത് ചെയ്യണം, ഓരോ പേരും വർക്കുകളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. മാച്ച് ദ ഫോളോവിംഗ് ചോദിക്കുകയാണെങ്കിൽ 1 മാർക്കിനെ ചോദിക്കുള്ളൂ. ബട്ട് ഇത് ഞാൻ 4 മാർക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എങ്ങനെ അറിയോ, ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുന്നതിന് പകരം പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാർ ഓരോ കൃതികളെ കുറിച്ചൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ റിനൈസൻസ് ഫീച്ചേഴ്സും സാഹിത്യകാരന്മാരെയും ഓരോ വർക്കുകളൊക്കെ ഒന്നായിട്ടാണ് ചോദിക്കും. അതായിരിക്കും ചിലപ്പോൾ എന്തായിട്ട് വരിക, എസ് ആയിട്ട് വരിക. ഞാൻ 4 മാർക്ക് തന്നെ വരാം. ഇവിടെ കണ്ടെങ്കിൽ 4 ആൾക്കാരെ പേര് വന്നിട്ടുണ്ട്, ദാന്തെ, പെട്രാർക്ക്, ബൊക്കാച്ചിയോ, മാക്കിയവെല്ലി. ഇവരെ വർക്ക് ഏതൊക്കെയാന്ന് ചോദിച്ചിട്ടുള്ള ഓരോ വർക്ക് എന്ത് ചെയ്താൽ മതി, നേരെ എഴുതി കൊടുത്താൽ മതി. ഇത് ഇനിയിപ്പോൾ ഇതിൽ ഇങ്ങോട്ട് നോക്കി, ഈ ദാന്തേന്റെയും മാക്കിയവെല്ലിന്റെയും വർക്കുകൾ കുറച്ച് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ചെയ്യണം. അതായത് ഡിവൈൻ കോമഡിയിൽ ദാന്ത പറയണ എന്താ, നരകം, സ്വർഗം, ശുദ്ധീകരണ സ്ഥലത്തിലൂടെ യാത്ര ചെയ്യുന്നതും ഹെൽ, പ്യൂർഗാട്ടറി, പാരഡൈസ് അല്ലെ, അതൊക്കെ ഉണ്ടല്ലോ. അതിന്റെ മക്കൾ മനസ്സിലാക്കുക. മാക്കിയവെല്ലിന്റെ ദ പ്രിൻസ് അല്ലെ, ആ വർക്കിൽ എന്തൊക്കെയാണ് മാക്കിയവെല്ലി പറഞ്ഞത്, ആ കാര്യങ്ങൾ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഉണ്ട് കേട്ടോ. ലൈവിൽ വന്നോ, ലൈവിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മാക്സിമം എന്റെ മക്കൾക്കൊക്കെ ആ ലൈവിന്റെ ലിങ്ക് യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. താഴെ കൂടെ ഒരു സ്ക്രോൾ പോണ കണ്ടോ, നമ്മളെ ഫ്രീഡം ഓഫർ എടാ ആകെ 3 ദിവസം ഉള്ളു. അല്ല, ആകെ 3 ദിവസത്തെ ഫ്രീഡം ഓഫർ ഉള്ളൂ. ഓഗസ്റ്റ് 15, 16, 17. അപ്പൊ 15ഉം 16ഉം കഴിഞ്ഞു. ഇന്ന് 17 ലാസ്റ്റ് ഡേറ്റ് ആണ്. നിങ്ങൾ എക്സാമിന്റെ തിരക്കിലേക്കാരം, എക്സാമിന്റെ ടെൻഷനിലേക്കേക്കാരം. ബട്ട് ഞാൻ പറയുന്നു, നമ്മളെ പ്രീമിയം ബാച്ചിന്റെ പൈസ എത്ര നിങ്ങൾക്ക് അറിയോ, 6499 നമ്മളെ പ്രീമിയം ബാച്ചിന്റെ മൊത്തം ക്യാഷ്. ഇതിൽ നിങ്ങൾക്ക് നോക്കി, നമ്മളെ ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയത് 1947 അല്ലേ. ഹിസ്റ്ററി പഠിക്കണം, നമ്മൾ എന്തായാലും അത് അറിഞ്ഞിരിക്കും വേണം. ഈ 1947 നിങ്ങൾ എഴുതോ 1500 അത്രയല്ല. 1947 എന്ന് പറഞ്ഞാൽ 2000 വെറും ഒരു 50 രൂപന്റെ മാറ്റമുള്ളൂ അല്ലേ. അതായത് പ്രീമിയം ബാച്ചിൽ ജോയിൻ ചെയ്യുക, 2000 രൂപന്റെ റിഡക്ഷൻ കുറവ് നിങ്ങൾക്ക് വരികയാണ്. മാക്സിമം മക്കൾ എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ഇനി ഞാൻ പറയുന്നു, റിനൈസൻസിന്റെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. ഇതിലൊന്നില്ലെങ്കിൽ ആസ്ട്രോണമിയോ ആയുർവേദിക്കോ അനാട്ടമിയോ ഏതായാലും ഒന്ന് എന്ത് ചെയ്യും, എന്റെ മക്കൾക്ക് ചോദിക്കും. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അത് മനസ്സിലാക്കി വെച്ച് പോകണം കേട്ടോ. പിന്നെ ഈ മതനവീകരണ പ്രസ്ഥാനം ഒന്നിച്ച് ചോദിക്കൂല. അത് ചിലപ്പോൾ എന്ത് ചെയ്യും, 4 മാർക്കിനാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചോദിക്കുക, അതിൽ കോൺട്രിബ്യൂഷൻ ഓഫ് മാർട്ടിൻ ലൂതറിന്റെ കോൺട്രിബ്യൂഷൻ എന്താ, ഹി പ്രിപ്പയർഡ് 95 theses and it affixed on the door of Wittenberg church അല്ലേ. വിറ്റൻബർഗ് ദേവാലയത്തിന്റെ വാതിൽ അത് കൊണ്ടുപോയിട്ട് ഒട്ടിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞിനല്ലോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏതായാലും ഒരു ടീച്ചറായിരുന്നു. വിറ്റൻബർഗ് യൂണിവേഴ്സിറ്റിയിലൊക്കെ അതിന്റെ പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, സാറിന്റെ മക്കൾ അവിടെ മനസ്സിലാക്കി വെച്ച് പോയാൽ ഉഷാറാവും. ഇനി ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, വാട്ട് ഈസ് കൗണ്ടർ റിഫോർമേഷൻ, ഇങ്ങനെ മാത്രം ചോദിക്കാതെ 2 മാർക്കേ ചോദിക്കുള്ളൂ. ബട്ട് എക്സ്പ്ലെയിൻ ദ മെഷേഴ്സ് ടേക്കൺ ബൈ ദ കത്തോലിക് ചർച്ച് ആസ് പാർട്ട് ഓഫ് ദിസ് മൂവ്മെന്റ്. എന്താണ് പ്രതിമത നവീകരണം, ഇതിന്റെ ഭാഗമായിട്ട് കത്തോലിക്ക സഭ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ, ആ പോണായിക്കൂടെ. എത്ര മാർക്ക്, 4 മാർക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, റിഫോർമേഷനെ തുടർന്ന് കത്തോലിക് സഭ എന്ത് ചെയ്തു അല്ലെ, ഓല് സ്വയം നവീകരിക്കാൻ ശ്രമിച്ചു, തിരുത്താൻ ശ്രമിച്ചു. ഇറ്റലിയിലെ ട്രെൻഡിൽ ഒരുമിച്ച് കൂടി ദ ബാൻ ദ സെയിൽ ഓഫ് ഇന്റലിജൻസസ്, ഇഗ്നേഷ്യസ് ലയോളൊക്കെ അല്ലേ, ജസ്റ്റ് അത് എഴുതി കൊടുത്താൽ മതി കേട്ടോ. ഇനി സെക്കൻഡ് ചാപ്റ്ററിന് വരികയാണെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പുള്ള എസ്റ്റേറ്റിന്റെ സ്ട്രക്ചർ ഇല്ലേ അത്, അല്ലെങ്കിൽ ഡെസ്പോട്ടിക് റൂള്, ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് എന്ത് ചെയ്യും, 4 മാർക്കും ചോദിക്കും. നമുക്കറിയാലോ ഫ്രഞ്ച് സമൂഹത്തെ 3ആയി തിരിച്ചതും അതിൽ ഓരോന്നിന്റെ ഫീച്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് 4 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ 3 എസ്റ്റേറ്റിന്റെ ഓരോ 2 ഫീച്ചേഴ്സ് എന്ത് ചെയ്താൽ മതി, എഴുതി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതേപോലെ തന്നെ ഈ ഒരു ചോദ്യം
കേട്ടോ, ഇമ്പോർട്ടന്റ് ആട്ടോ. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ദ റൈസ് ഓഫ് മിഡിൽ ക്ലാസ്, മധ്യവർഗത്തിന്റെ ഉയർച്ച, അല്ലെങ്കിൽ ഞാൻ പറയുന്നു എന്താ റീസൺ ഫോർ ദ ഇക്കണോമിക് ക്രൈസിസ്, സാമ്പത്തിക പ്രതിസന്ധി ഇല്ലേ അത്. മധ്യവർഗം ഉയർന്നു വന്നത് എന്താ നമുക്കറിയാം, കാർഷിക പുരോഗതി അല്ലെ, അഗ്രികൾച്ചർ സെക്ടർ പ്രോഗ്രസ് ചെയ്തപ്പോൾ പുതിയ സിറ്റീസ് ഉണ്ടായി, അവിടേക്ക് ജനങ്ങൾ ജോബ് അന്വേഷിച്ചു വന്നു അല്ലെ, ദേ ബിക്കം ദ പാർട്ട് ഓഫ് മിഡിൽ ക്ലാസ്, മധ്യവർഗത്തിന്റെ ഭാഗമായി. ഇത്ര മാത്രം എന്ത് ചെയ്താൽ മതി, അവിടെ മനസ്സിലാക്കുക. ആ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കും. പിന്നെ മധ്യവർഗത്തിന്റെ ഓൾക്ക് ഇങ്ങനെയൊക്കെയാണെങ്കിലും അവർ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരായിരുന്നു ആര്, മധ്യവർഗം അല്ലെ. അതെന്ത് ചെയ്യണം, സാറിന്റെ മക്കളൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ആ കാര്യം കൂടി എന്ത് ചെയ്യണം, നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് വെക്കണം. ഓക്കെ ആണല്ലോ, എന്തോ ഒരു സ്റ്റെക്ക് വന്ന പോലെ. അപ്പോൾ റെഡി. ഇനി സാമ്പത്തിക പ്രതിസന്ധി അല്ലെ, 3 കാരണങ്ങൾ. കാർഷിക മേഖലയിൽ പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോൾ പ്രൈസ് കൂടിയത്, കാറ്റിൽസിലെ കുറെ കാറ്റിൽസ് നശിച്ചല്ലോ, ഷോർട്ടേജ് ഓഫ് ഫുഡ്, തീറ്റപ്പുല്ലിനുണ്ടായ ക്ഷാമം, ആ കരാറ്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. എടാ ടെന്നീസ് കോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ടെന്നീസ് കോർട്ടിൽ നിന്നൊരു ചോദ്യം എന്തായാലും ഉണ്ടാവും, എൻ്റെ മക്കൾക്ക് ഉണ്ടാവും, അത് 4 മാർക്കിനേക്കാളും ചോദിക്കുക കേട്ടോ. ആ ഭരണഘടന ഉണ്ടാക്കുന്നത് വരെ അവരാരും ടെന്നീസ് കോർട്ട് വിട്ടുപോകില്ല എന്നൊക്കെ പ്രതിജ്ഞ ചെയ്തല്ലോ. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789 ജൂൺ മാസത്തിലാണ് ടെന്നീസ് കോർട്ട്, മഴക്കാലം അല്ലേ, 20 അല്ലേ. വർഷം പഠിക്കാൻ സുഖമാണ്, 7 കഴിഞ്ഞ 8, 8 കഴിഞ്ഞ 9, ഇപ്പുറത്ത് 1 കിട്ടിയോ, അങ്ങനെയൊക്കെ ആലോചിച്ചാൽ മതി കേട്ടോ. ഇനി സെപ്റ്റംബർ കൂട്ടക്കൊല, ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അഥവാ നോക്കണം കേട്ടോ, നോക്കണം. അഥവാ എക്സാമിന് ചിലപ്പോൾ എന്തുണ്ടാവുക അറിയോ, ചാപ്റ്ററിന്റെ ഒരു ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, 4 മാർക്കിന് ചോദിക്കും. നമുക്കറിയാലോ അല്ലേ, ആ ജാക്കോബിൻസ് ഒക്കെ കാണിച്ച ഒരു കാര്യങ്ങൾ, 1500 ആൾക്കാരെ ഇതിലിട്ട് കൊന്നതും കാര്യങ്ങളൊക്കെ അറിയാലോ. ഈ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മക്കൾ നോക്കണം കേട്ടോ. ഡിസ്കസ് ദ റോൾ ഓഫ് വുമൺ ഇൻ ദ ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവത്തിൽ സ്ത്രീകളുടെ പങ്കിനെ കുറിച്ച് എഴുതാൻ. ഉറപ്പായിട്ടും സ്ത്രീകളെ കുറിച്ചൊരു ചോദ്യം സോഷ്യലിന്റെ പേപ്പറിൽ മസ്റ്റാണ്. അത് ഈ ചോദ്യക്കാരം, സ്ത്രീകൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ എന്തൊക്കെ ചെയ്തത് അല്ലേ. നമുക്കറിയാം ഫുഡ് ഷോർട്ടേജ് അല്ലേ, ഭക്ഷ്യക്ഷാമം ഉണ്ടായപ്പോൾ കുറേ സ്ത്രീകൾ വേഴ്സൈസ് കൊട്ടാരത്തിലേക്ക് മാർച്ച് നടത്തുന്നു അല്ലേ. ബ്രിങ്ങിങ് ലൂയി 16 ആൻഡ് ഹിസ് വൈഫ് ടു പാരീസ്, പാരീസിലേക്ക് ലൂയി 16 വൈഫിനെയും കൊണ്ടുവരുന്നു. ഫൈനലി ദി കിങ് അക്സെപ്റ്റഡ് ദ ഡിസിഷൻ ഓഫ് നാഷണൽ അസംബ്ലി, ദേശീയ അസംബ്ലി മുന്നോട്ട് വെച്ച കാര്യങ്ങളൊക്കെ രാജാവ് അംഗീകരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ അവിടെയുള്ള സ്ത്രീകളുടെ പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇനി നെപ്പോളിയൻ ഫ്രാൻസിൽ കൊണ്ടുവന്ന ഭരണപരിഷ്കാരം, ഇന്ന പിടിച്ചോ 4 മാർക്കിന്. നെപ്പോളിയൻ ഫ്രാൻസിൽ കൊണ്ടുവന്ന ഭരണപരിഷ്കാരവും അല്ലെങ്കിൽ നെപ്പോളിയനെ കുറിച്ചും ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കും. അപ്പോൾ എസ് ആയിട്ട് മാറും. എന്തായാലും ഇപ്പം എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം, ഈ ഭരണപരിഷ്കാരങ്ങൾ ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ പറഞ്ഞു കൊടുക്കുക കേട്ടോ. സെറ്റായിട്ട് എന്ത് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഡിസിഷൻ ടേക്കൺ അറ്റ് ദ കോൺഗ്രസ് ഓഫ് വിയന്ന, വിയന്ന സമ്മേളനത്തിലെടുത്ത തീരുമാനങ്ങൾ കിട്ടിയോ. അപ്പൊ അതെന്ത് ചെയ്യണം, നിങ്ങൾ പറയണം കേട്ടോ. മെറ്റഡിച്ചിന്റെ നേതൃത്വത്തിലാണ് സമ്മേളനം കൂടിയത് അല്ലേ, അതെന്തൊക്കെയാണ് അതിൽ തീരുമാനം എടുത്തത്. ഇനി ഇതേപോലെ നമ്മളെ 3rd ചാപ്റ്റർ ഉണ്ടല്ലോ, ആ 3rd ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം കേട്ടോ. 3rd ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഏതായിരിക്കും അറിയോ, ഞാൻ പറഞ്ഞുതരാം. ഒന്ന് നമ്മളെ കോമൺ സെൻസ് നോളേജ് ഇല്ലേ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോമൺ സെൻസ് നോളേജിൻ്റെ, അതായത് സാമാന്യബോധ ജ്ഞാനത്തിൻ്റെ പരിമിതികൾ അല്ലേ, അതായത് ലിമിറ്റേഷൻസ്. ഉറപ്പായിട്ടും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം അറിയോ, അതൊന്ന് പഠിച്ചു വെച്ച് പോകണം കേട്ടോ. സാമാന്യബോധ ജ്ഞാനത്തിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ്. പിന്നെ അവിടെ കുറേ ക്രിയേറ്റീവ് റൈറ്റിംഗ് ലീനിയോ അത് ചോദിക്കും, അതായത് വയറ് നിറച്ച് കഴിച്ചാൽ ആരോഗ്യത്തിന് നല്ലത്, അതേപോലെ തന്നെ ടീനേജേഴ്സ് ആർ ആൾവേസ് റെബല്യസ് ആൻഡ് റെസ്പോൺസിബിൾ, ഇതൊക്കെ ശരിയാണോ ചോദിക്കും, ഏതെങ്കിലും ഒന്ന്. അതിനെക്കുറിച്ചും കൂടെ നിങ്ങൾ അഭിപ്രായം എഴുതാൻ പറയും, ഒരു 4 മാർക്കിന്. ഇത്ര മാത്രമേ ചോദിക്കുള്ളൂ. എൻ്റെ മക്കളൊക്കെ ഉഷാറായിട്ട് പഠിച്ചു വെച്ച് പോവുക, ഉഷാറാക്കുക. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെ കമ്മ്യൂണിറ്റി ചാനലിൽ നിങ്ങൾ മാക്സിമം എൻ്റെ മക്കളെല്ലാ ആൾക്കാരും എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, പുതിയ കാര്യങ്ങളും എല്ലാ ഷോർട്സും അതേപോലെ നമ്മൾ വീഡിയോസും ലൈവിനെ കുറിച്ചുള്ള അറിവുകളൊക്കെ കിട്ടുള്ളൂ. അതിൻ്റെ ലിങ്ക് എന്ത് ചെയ്തിട്ടുണ്ടോ, താഴെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ആൾക്കാർ എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക. ഇനി പറയേണ്ട കേൾക്കണം, ഇന്ന് രാത്രിക്കത്തെ ലൈവ് ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് വെച്ചോ, നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. എല്ലാ ആൾക്കാരും ലൈക്ക് ചെയ്ത് വെച്ചോ, ഫുൾ A+ എല്ലാ ആൾക്കാർക്കും കിട്ടട്ടെ. അപ്പം നമുക്ക് ഇനി ലൈവിൽ കാണാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ, സി യു.